നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഏതൊരു രാഷ്ട്രീയക്കാരനെയും പോലെ നമ്മുടെ ശശി തരൂരിനും ചില മോഹങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ തലേന്ന് വരെ എതിർത്തവരുടെ ക്യാമ്പിലേക്ക് ശശി തരൂർ കടന്നു ചെല്ലുമോ എന്നതാണ് കേരളത്തിന്റെ സംശയം. മുഖ്യമന്ത്രി സ്ഥാനം ആഗ്രഹിക്കുന്നുവെന്ന് മാത്രമല്ല ശശി തരൂർ പറഞ്ഞത്, തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ കേരളത്തിൽ UDF പച്ച തൊടില്ല. മൂന്നാം തവണയും പിണറായി വിജയന്റെ LDF തന്നെ അധികാരത്തിലെത്തും. സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂർ തന്നെ അവതരിപ്പിക്കുന്നതിനെ ഇപ്പോൾ അത്ഭുതത്തോടും ആശ്ചര്യത്തോടും കൂടിയാണ് രാഷ്ട്രീയ നേതാക്കൾ നോക്കിക്കാണുന്നത്. ഇവിടെയാണ് ചില കല്ലുകടികൾ. ശശി തരൂരിനെ ഉൾക്കൊള്ളണമെങ്കിൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്യണം. ഇവിടെ CPMന് വലിയ കീറാമുട്ടിയായി ഇത് തീർന്നിരിക്കുന്നു. മറുവശത്ത് കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ ശശി തരൂരിനെ BJP അടപടലം തൂക്കിയെടുക്കുമോ എന്ന ഭയം കോൺഗ്രസ് ക്യാമ്പിൽ ശക്തമാണ്. ഒരാഴ്ച മുൻപാണ് കേരളത്തിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ രാജീവ് ചന്ദ്രശേഖരനോട് BJP കേന്ദ്ര നേതൃത്വം ആവശ്യപ്പെട്ടത്. അതിനു പിന്നാലെയാണ് ശശി തരൂരുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് NDA മുന്നണിക്ക് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി വേണം. അതാരാണ് എന്ന കാര്യത്തിൽ ഇപ്പോൾ പാർട്ടിയിൽ രണ്ടഭിപ്രായമില്ല. ശശി തരൂരിനെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചാൽ കേരളത്തിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുമെന്ന് BJP കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നു. അതുകൊണ്ട് തന്നെ ശശി തരൂരിനെ നിയമസഭയിലേക്ക് BJP ക്യാമ്പിലെത്തിച്ച് മത്സരിപ്പിക്കുക, അതിനുവേണ്ട കളമൊരുക്കലാണ് ഇപ്പോൾ നടക്കുന്നത്. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നേരെ നിയമസഭയിലേക്ക് ശശി തരൂരിനെ ഒന്നു തിരിച്ചാൽ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. അങ്ങനെയെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് വിജയിച്ചു കയറാനും കഴിയും. ശശി തരൂർ ഒറ്റയ്ക്കാവില്ല കോൺഗ്രസിൽ നിന്ന് അടർന്നു പോരുന്നത് എന്ന പ്രതീക്ഷ BJPയിൽ ശക്തമാണ്. തരൂരിനൊപ്പം MK രാഘവൻ അടക്കമുള്ള പ്രമുഖ നേതാക്കളും അണിചേരും. ഒരുപക്ഷെ K മുരളീധരൻ അടക്കമുള്ളവർ NDA മുന്നണിയിലേക്ക് കടന്നു വരാനും ഇത് സാഹചര്യമൊരുക്കും. അങ്ങനെയെങ്കിൽ കേരളത്തിൽ വലിയൊരു അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് BJP മണക്കുന്നു. അതുകൊണ്ട് തന്നെ ഏതു വിധേനയും ശശി തരൂരിനെ BJP ക്യാമ്പിലെത്തിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും BJP ഇപ്പോൾ പയറ്റുന്നു. മറുവശത്ത് അമ്പരന്ന് നിൽക്കുകയാണ് കോൺഗ്രസ് മുന്നണി. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലും സ്വീകാര്യത കണക്കിലെടുത്തും മുഖ്യമന്ത്രി സ്ഥാനം തരൂർ ആഗ്രഹിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കുന്ന ഒരുപാട് പേർ കേരളത്തിലുണ്ട്. കോൺഗ്രസിൽ നേതൃദാരിദ്ര്യമുണ്ട് എന്നാണ് ശശി തരൂർ തുറന്നടിച്ചത്. എന്നാൽ കോൺഗ്രസിൽ ഒരുപിടി യുവനേതാക്കൾ ഇപ്പോൾ വളർന്നു വന്നിരിക്കുന്നത് എന്തുകൊണ്ട് ശശി തരൂർ ശ്രദ്ധിക്കുന്നില്ല എന്ന് കോൺഗ്രസ് പ്രവർത്തകർ സമൂഹ മാധ്യമങ്ങളിൽ തിരികെ ചോദിക്കുന്നു. സംസ്ഥാന നേതൃനിരയുടെ ഭാഗമായല്ല ശശി തരൂർ പ്രവർത്തിക്കുന്നത്. തലസ്ഥാനത്തോ കേരളത്തിലോ അദ്ദേഹം ഉണ്ടാകുന്ന ദിവസങ്ങൾ പോലും വളരെ കുറവാണ്. ലോക്സഭാംഗം, പ്രവർത്തക സമിതി അംഗം, പാർലമെന്റിലെ വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ ഭാഗമായാണ് മിക്കവാറും ശശി തരൂർ പ്രവർത്തിക്കുന്നത്. സംസ്ഥാന നേതൃത്വം തരൂരിനെ ഒരു ദേശീയ നേതാവായി കാണുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിൽ തരൂരിന് വലിയ വ്യക്തിബന്ധങ്ങളില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾ പൊതുവെ കണക്കുകൂട്ടുന്നു. എന്നാൽ ദേശീയ തലത്തിൽ വലിയ റോളുകൾ തനിക്കുണ്ടെങ്കിലും എന്തുകൊണ്ട് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു ഉന്നത പദവിക്ക് താൻ യോഗ്യനല്ല എന്ന് ശശി തരൂർ തിരികെ കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കേരളത്തിൽ പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത് എന്ന് ശശി തരൂർ ശക്തമായി ഊന്നിപ്പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. വെറുതെ ഇത്തരമൊരാഗ്രഹം പ്രകടിപ്പിക്കുക മാത്രമല്ല തരൂർ ചെയ്തിരിക്കുന്നത്. ഇതിന് തയ്യാറല്ല എങ്കിൽ താൻ മറ്റു വഴി നോക്കുമെന്ന മുന്നറിയിപ്പും തരൂർ മുന്നോട്ട് വച്ചിരിക്കുന്നു. മറ്റൊരു പാർട്ടിയിൽ ചേരാനുള്ള പടപ്പുറപ്പാടല്ല ഇതെന്ന് തരൂർ വിശദീകരിക്കുന്നുവെങ്കിലും തരൂരിൻ്റെ ഉള്ളിലിരിപ്പ് വ്യക്തമാണ്. നേരത്തെ ഇത് സംബന്ധിച്ച നിരവധി ചർച്ചകൾ BJP കേന്ദ്ര നേതൃത്വവുമായി തരൂർ നടത്തിക്കഴിഞ്ഞു. BJPയിലേക്ക് ശശി തരൂരിനെ തള്ളിവിടുന്നത് മണ്ടത്തരമാണ് എന്ന് തിരിച്ചറിഞ്ഞ CPM നേതൃത്വം ഇപ്പോൾ തരൂരിനെ പാട്ടിലാക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. എന്നാൽ വന്നുകയറുന്ന നേതാക്കൾക്ക് തങ്ങളുടെ മുഖ്യമന്ത്രി സ്ഥാനം വച്ചു നീട്ടാൻ CPMന് സാധിക്കില്ല. അതാണ് ഇടതുപക്ഷ മുന്നണിക്ക് തരൂരിനെ ഉൾക്കൊള്ളാനുള്ള മുഖ്യ തടസ്സവും. തിരുവനന്തപുരത്ത് താൻ നിഷ്പക്ഷ വോട്ടുകൾ നേടി എന്ന തരൂരിന്റെ അവകാശവാദത്തെ കോൺഗ്രസ് നേതാക്കൾ പുച്ഛിച്ചു തള്ളുന്നു. കേരളത്തിലെ മറ്റെല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് കോൺഗ്രസ് വോട്ടുകൾ കൊണ്ട് മാത്രമല്ല, നിഷ്പക്ഷ വോട്ടുകൾ കൂടി പെട്ടിയിലാക്കിയതുകൊണ്ടാണ് ഇത് നേതാക്കൾ തുറന്നടിക്കുന്നു. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും നേരിയ ഭൂരിപക്ഷത്തോടെ മാത്രമാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് വിജയിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP വിജയിക്കരുത് എന്ന കണക്കുകൂട്ടലുകളോടെ പല വിഭാഗങ്ങളും ഒരുമിച്ച് ചേർന്നു. അതാണ് തരൂരിന്റെ വിജയസാധ്യത ഉയർത്തിയത്.
തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ മുസ്ലിം സമുദായവും തീരദേശ ക്രിസ്ത്യൻ വിഭാഗവുമൊക്കെ തരൂരിനൊപ്പം നിന്നത് തരൂരിന് വിജയിക്കാനിടവന്നു. UDFന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ശശി തരൂർ എന്തുകൊണ്ട് LDF സർക്കാരിനെ ഇത്രയധികം പുകഴ്ത്തുന്നു എന്ന് കോൺഗ്രസ് നേതാക്കൾ ചോദിക്കുന്നു. ഇതുവരെ കോൺഗ്രസ് പ്രതിഷേധ സമരങ്ങൾ നടത്തിയ അതേ LDF സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകുകയല്ലേ തരൂർ ചെയ്തിരിക്കുന്നത്. കോൺഗ്രസിന്റെ സ്ഥിതി പരമാവധി വഷളാക്കി BJP ക്യാമ്പിലേക്ക് കടന്നു കയറാനാണ് ഒരു വശത്ത് തരൂർ ശ്രമിക്കുന്നത്. എന്നാൽ മറുവശത്ത് CPM അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം വച്ചു നീട്ടിയാൽ അദ്ദേഹം CPMൽ ചെല്ലാനും മടികാട്ടില്ല. തരൂരിന്റെ ലക്ഷ്യം BJP ആണ് എന്ന് കണക്കുകൂട്ടുന്നവരാണ് കേരളത്തിലേറെ. എന്നാൽ ആ പാർട്ടിക്കെതിരെ ആശയപരമായി ഉറച്ച നിലപാടെടുത്തിട്ടുള്ള തരൂരിന് എങ്ങനെ BJPയിൽ ചേക്കേറാൻ കഴിയും എന്ന ചോദ്യവും ഇവിടെ ശ്രദ്ധേയമാണ്. തരൂരിന്റെ പ്രസ്താവനകളിൽ വലിയ അനിഷ്ടം തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൽ പടർന്നു കയറുന്നത്. എന്നാൽ പരസ്യമായി തരൂരിനോട് പ്രതികരിച്ച് കൂടുതൽ പ്രകോപിപ്പിക്കേണ്ട എന്ന നയമാണ് ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ യാതൊരുവിധ പ്രതികരണവും നടത്തരുത് എന്ന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങൾ ഇപ്പോൾ നേതാക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല. ശശി തരൂർ ഇനി ലക്ഷ്യം വെക്കുന്നത് KC വേണുഗോപാലിനെ ആയിരിക്കും എന്ന സൂചനയാണ് പൊതുവെ ഹൈക്കമാൻഡിന്. അത് രാഹുൽ ഗാന്ധിയെ കൂടുതൽ ദുർബലമാക്കും. ദേശീയ തലത്തിൽ വലിയ വാർത്താ പ്രാധാന്യവും ഇതിന് വരും. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇടപെട്ട് ശശി തരൂരിനെ BJP ക്യാമ്പിലെത്തിച്ചാൽ അത് കോൺഗ്രസിന് വലിയ ക്ഷീണമാകും. മുൻപ് G23 നേതാക്കളുടെ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ശശി തരൂർ പിന്നീട് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയും രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ വിറപ്പിക്കുകയും ചെയ്തിരുന്നു. രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് പത്രത്തിന് കൊടുത്ത അഭിമുഖമാണ് പിന്നീട് അവർ പ്രസിദ്ധീകരിച്ചത് എന്ന് രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ വിശദീകരിക്കുന്നുവെങ്കിലും ഇക്കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല. ഇനിയും ചില ബോംബുകൾ ശശി തരൂർ പൊട്ടിക്കുമെന്ന സൂചനകളാണ് പൊതുവെ തലസ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് വരുന്നത്. ശശി തരൂർ കോൺഗ്രസ് വിട്ട് പുറത്തു പോകില്ല. പക്ഷേ പ്രതികരണങ്ങൾ അതിരുവിടരുത് എന്ന് K. സുധാകരൻ തുറന്നടിച്ചു. തിരുത്താനുള്ളതൊക്കെ അദ്ദേഹം തിരുത്തട്ടെ. 4 തവണ വിളിച്ചെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. തിരക്കിലാണെന്നും തിരിച്ചു വിളിക്കാമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന് നല്ലൊരു നേതാവില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാൻ നന്നാകാൻ ശ്രമിക്കാമെന്നാണ് K. സുധാകരൻ പറഞ്ഞത്. ഇക്കാര്യത്തിൽ നോ കമൻസ് എന്ന് പറഞ്ഞൊഴിയുകയാണ് ഇപ്പോൾ KC വേണുഗോപാൽ. കേരളത്തിൽ കോൺഗ്രസിന് ഒരു കാലത്തും നേതൃദാരിദ്ര്യം ഉണ്ടായിട്ടില്ല എന്ന് K. മുരളീധരൻ പറയുന്നു. തരൂരിൻ്റെ മനസ്സിൽ എന്തെങ്കിലുമുണ്ടെങ്കിൽ പാർട്ടി അവ പരിഹരിച്ച് അദ്ദേഹത്തെ കൂടെ നിർത്തണം. ദേശീയ രാഷ്ട്രീയത്തിലാണ് തരൂരിന് കൂടുതൽ സംഭാവനകൾ നൽകാൻ കഴിയുക. കോൺഗ്രസ് വിടുന്നത് കൊണ്ട് ശശി തരൂർ ഒറ്റയ്ക്കാവില്ല. സത്യം തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥയാണ് കോൺഗ്രസിലെങ്കിൽ തരൂർ വേഴെ വഴി നോക്കുന്നതിൽ തെറ്റില്ല എന്ന് തോമസ് ഐസക് പറയുന്നു. ശശി തരൂർ പറയുന്നത് ശരിയായ രാഷ്ട്രീയ നയമാണ് എന്ന് EP ജയരാജൻ പ്രതികരിച്ചു. പൊതുവെ ഇടതുപക്ഷ നേതാക്കൾ ശശി തരൂരിനെ സ്വാഗതം ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ. കരുതലോടെ മാത്രമേ തരൂർ വിഷയത്തിൽ പ്രതികരണങ്ങൾ നടത്താവൂ എന്ന് കോൺഗ്രസ് നേതാക്കളോട് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പാർട്ടി അടിത്തറ വിപുലീകരിച്ചില്ലെങ്കിൽ തുടർച്ചയായി 3ാം വട്ടവും കേരളത്തിൽ പ്രതിപക്ഷത്താകും എന്ന തരൂരിന്റെ വാക്കുകളാണ് കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിപ്പിച്ചിരിക്കുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ കൂടുതൽ യുവനേതാക്കളെ കളത്തിലിറക്കി VD സതീശൻ ചില നമ്പറുകളൊക്കെ പ്രയോഗിച്ചു നോക്കിയിരുന്നു. കോൺഗ്രസിൽ യുവനേതാക്കൾ ഉയർന്നു വരുന്നുവെന്ന തോന്നലും കാഴ്ചയുമൊക്കെ പൊതുവെ കേരളത്തിലൊരു മുന്നേറ്റത്തിന് കാരണമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US സന്ദർശനവും സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടവുമൊക്കെ തരൂർ മുൻപ് പ്രകീർത്തിച്ചിരുന്നു. മറുവശത്ത് കേരളത്തിന്റെ വ്യവസായ രംഗത്തെ വളർച്ചയെയാണ് തരൂർ പ്രകീർത്തിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയെയും ഒക്കെ പുകഴ്ത്തി ഒറ്റയടിക്ക് BJPയിലേക്ക് പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കേണ്ട എന്ന് തരൂർ കരുതിയിരിക്കാം. അതിന്റെ ഭാഗമായി അടവ് നയവും കൂടി കണക്കിലെടുത്താവും സംസ്ഥാന സർക്കാരിനെയും വ്യവസായ വകുപ്പിനെയുമൊക്കെ തരൂർ പ്രകീർത്തിച്ചത്. ശശി തരൂരിനെതിരെ രൂക്ഷ വിമർശനവുമായി യാക്കോബായ സഭ നിരണം ഭദ്രാസന മുൻ മെത്രോപോലിത്ത ഗീവർഗീസ് മാർ കുറിലോസ് കളത്തിലിറങ്ങി. കിട്ടാവുന്നതെല്ലാം വാങ്ങി അധികാരത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ചിട്ട് അധികാരക്കൊതി തീരാതെ എല്ലാം തന്ന പ്രസ്ഥാനത്തെ തള്ളിപ്പറയുകയും കാലുമാറുകയും ചെയ്യുന്നവരോട് സാധാരണ ജനങ്ങൾക്ക് പുച്ഛമുണ്ടാകുമെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ശശി തരൂരിനെ പോലെയുള്ള നേതാക്കളെ വിമർശിക്കാൻ ഇത്തരം ആത്മീയ നേതാക്കൾ ഇറങ്ങിയാൽ അവർക്ക് പണി തിരികെ വരുമെന്നോർത്താൽ നല്ലത്. താനാണ് ഏറ്റവും കേമൻ എന്നൊരാൾ സ്വയം പറഞ്ഞാൽ അതിൽ പരം അയോഗ്യത വേറെ ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ വോട്ട് കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഇദ്ദേഹം ഇപ്രാവശ്യം എവിടെ ഇരിക്കുമായിരുന്നുവെന്നും ഗീവർഗീസ് മാർ കുറിലോസ് ചോദിക്കുന്നു.
കോൺഗ്രസിലൊരു തലമുറ മാറ്റം നടക്കുന്നുവെന്നും മികച്ച കുറെ ചെറുപ്പക്കാർ മുന്നോട്ട് വരുന്നുവെന്നും പ്രതീതി സൃഷ്ടിക്കാൻ വി.ഡി. സതീശൻ ചില ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അതിനിടയിൽ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിൽ ഇടയ്ക്കൊന്ന് കൊമ്പുകോർത്തു. ഇതാണ് നേതൃപ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കാനുള്ള കാരണം. ഇത് മുതലെടുത്ത് ശശി തരൂരും കോൺഗ്രസിനെ കടന്നാക്രമിക്കുമ്പോൾ തീർത്തും പ്രതിരോധത്തിലേക്ക് കോൺഗ്രസ് മാറുന്നു. ശശി തരൂരിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഇന്നലെ കെ സുധാകരൻ പറഞ്ഞതുപോലെ ചർച്ച ചെയ്യുകയാണ് വേണ്ടത് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അതല്ലാതെ ശത്രുക്കളുടെ കോടാലിക്കൈ ആകരുത് എന്നും അവർ തരൂരിനെ ഓർമ്മപ്പെടുത്തുന്നു. തരൂർ കോൺഗ്രസ് വിട്ടിറങ്ങിയാൽ എങ്ങോട്ടേക്ക് ചേക്കേറും എന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച. കൂടുതൽ സാഹചര്യങ്ങൾ ബി.ജെ.പി. ക്യാമ്പിലേക്ക് തരൂർ പോകാനാണ് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ ശശി തരൂർ നടത്തുന്ന നാടകങ്ങളാണോ ഇപ്പോൾ പുറത്തുവരുന്ന ഈ സംഭവ വികാസങ്ങൾ? എന്തായാലും തരൂരിന്റെ രാഷ്ട്രീയ കളികൾ ഏറെക്കുറെ വിജയിക്കുമ്പോൾ അവിടെ തളരുന്നത് കോൺഗ്രസ് പ്രസ്ഥാനവും UDF-ഉമായിരിക്കും. അടുത്ത തവണ CPM-ലേക്ക് നുഴഞ്ഞുകയറി LDF-ന്റെ മുഖ്യമന്ത്രിയാകാനുള്ള വ്യാമോഹമൊന്നും ശശി തരൂർ വച്ചു പുലർത്താതിരിക്കുന്നതാണ് നല്ലത്. മുൻപ് മുഖ്യമന്ത്രി മോഹം മനസ്സിൽ കയറിയ ടീച്ചറമ്മയുടെ ഗതി നമുക്കറിയാം. ഇടയ്ക്ക് പിണറായിയെപ്പോലും പകഞ്ഞ് മുകളിലോട്ട് കയറാൻ നോക്കിയ E.P. ജയരാജന്റെ ഗതിയും നമ്മുടെ മുന്നിലുണ്ട്. കോൺഗ്രസ് പ്രസ്ഥാനം നോഹയുടെ പെട്ടകം പോലെയാണ് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളിടുന്ന ബൈജു സ്വാമിയെപ്പോലുള്ളവർ പറയുന്നു. സകല പക്ഷിമൃഗാദികളുടെയും അഭയകേന്ദ്രമായ ഈ യാനത്തിൽ വെള്ളപ്പൊക്കം തീരുന്നതുവരെ കാത്തിരിക്കുമെന്നാണ് ചിലർ ഉപദേശിക്കുന്നത്. എല്ലാം വിധി പോലെ വന്നു ചേരും എന്ന് പറയുന്നവരുമുണ്ട്. ശശി തരൂരിൻ്റെ എടുത്തുചാട്ടം ശശി തരൂരിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ നശിപ്പിക്കുമെന്ന് മുൻവിധി നടത്തുന്നവരുമുണ്ട്. എന്നാൽ തരൂർ മിടുക്കരായ ഒരു കളിക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഈ കളിയിൽ ശശി തരൂർ ബി.ജെ.പി. ക്യാമ്പിലെത്തി അടുത്ത കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കടന്നു വരുമോ എന്ന് കാത്തിരുന്ന് കാണാം. അഥവാ മുഖ്യമന്ത്രി കസേരയിൽ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും സാക്ഷാൽ മോദിജി തരൂരിനെ കൈവിടാനുള്ള സാധ്യത കുറവായിരിക്കാം. ഇപ്പോഴത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ UDF-നെ പ്രത്യേകിച്ച് കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളത്തിൽ തളർത്തുന്നത് തന്നെ. തരൂരിനെ പോലൊരു നേതാവിനെ തടയിടാൻ ശക്തിയുള്ള കോൺഗ്രസ് നേതാക്കളില്ല എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ ഇവിടെ തിരിച്ചറിയുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.